അടുത്ത ചോദ്യം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്. അപ്പൊ ഇൻഷുറൻസ് മൊത്തത്തിൽ ഉണ്ട്. ഇപ്പൊ ഹെൽത്തിന്റെ മാത്രമല്ല, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസ് ഉണ്ട്, വേണ്ട എല്ലാത്തിനും ഇൻഷുറൻസ് ഉണ്ട്. ഫുട്ബോൾ കളിക്കുന്ന ആളുകളുടെ കാൽ ഇൻഷുർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും പലതും ഒക്കെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇൻഷുറൻസിന്റെ പൊതുവായ വിധി എന്താണ്? അതിൽ അനുവദിക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ മാർഗം ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത്തമീൻ എന്ന് പറയാം, അത്തമീൻ ഉത്തിജാർ, ഇൻഷുറൻസ് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്ന എന്ന് പറയുന്നത് അത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് നിഷിദ്ധമാകുന്നത്? കാരണം അവിടെ നടക്കുന്ന കച്ചവടം എന്ന് പറയുന്നത് ബൈ ഉൽ ഗററാണ്. അഥവാ എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് എന്നുള്ളത് അതെന്തല്ല മഅലൂമല്ല, അറിയപ്പെടുന്ന കാര്യമല്ല. അല്ലെ, നമ്മൾ മാസാമാസം അല്ലെ വർഷാവർഷം പ്രീമിയം അടച്ചിട്ട് എന്താണ് നമുക്ക് കിട്ടുക? ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തു, 5 വർഷം നമ്മളിങ്ങനെ വർഷാവർഷം പ്രീമിയം അടക്കുന്നു. ആക്സിഡന്റ് ആയവന് എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലാത്തവന് കിട്ടൂല. 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു തരാനൊന്നും പോകുന്നില്ല. ആക്സിഡന്റ് ആയവന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടുകയില്ല എന്നറിയില്ല. ഇസ്ലാമിലെ കച്ചവടത്തിൽ അത് പാടില്ല. എന്താണ് നമ്മൾ പൈസ കൊടുത്താൽ കിട്ടുന്നത് എന്ന് അറിയണം. എന്താണ് പൈസ കൊടുത്താൽ കിട്ടുന്നത് എന്ന് അറിയണം. അങ്ങനെയുള്ള കച്ചവടം അനുവദനീയാവും. ഒരാൾ പറയാണ്, നീ 10 റുപ്യ എന്ന എന്റെ പോക്കറ്റിലുള്ള മിഠായി മൊത്തം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ അത് കച്ചവടം ശരിയല്ല. കാരണം പോക്കറ്റിൽ എത്ര മിഠായി ഉണ്ടെന്ന് അറിയണം. 10 എണ്ണാണ് അല്ലെങ്കിൽ 1 കിലോ ആണ്, 1/2 കിലോ ആണ് എന്ന് അറിയേണ്ടതുണ്ട്. അതല്ലാത്ത രൂപത്തിൽ കച്ചവടം ചെയ്യാൻ, അങ്ങനെ ഊഹ കച്ചവടം ചെയ്യാൻ അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അത് പാടില്ല. എന്നാൽ അനുവദിക്കപ്പെടുന്ന രംഗങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫ്ളഹുയുടെ ഫത്വയാണ്, അനുവദിക്കപ്പെടുന്ന രംഗങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒരു രാജ്യം ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമം നിർബന്ധമാക്കിയാൽ നമുക്കത് എടുക്കൽ അനുവദനീയമായിരിക്കും. ഒരു രാജ്യത്തിൽ ഇൻഷുറൻസ് എടുക്കൽ നിർബന്ധമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കാറിനും ബൈക്കിനൊക്കെ ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് അത് നിർബന്ധമാണ്. അത് എടുക്കാതെ നമുക്ക് വേറെ വകുപ്പില്ല. അതുകൊണ്ട് നമുക്കത് ജായിസാണ്. പക്ഷേ അത് നിർബന്ധിക്കുന്ന രാജ്യം, അത് ഇസ്ലാമിക രാജ്യമാകട്ടെ, ഇസ്ലാമിക രാജ്യം അല്ലാത്ത മറ്റു രാജ്യങ്ങളാകട്ടെ, അവർക്കതിന്റെ കുറ്റമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിക്കപ്പെട്ട സാഹചര്യമാണ്, നമുക്ക് അനുവദനീയമാണ്. ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ചോദിച്ചത്. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് എടുക്കണം. ഇഖാമ എടുക്കണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അത് എടുത്തിരിക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്. അത് ഈ പറയുന്ന ഹറാമായ രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് എങ്കിൽ അത് ചെയ്യുന്ന ആളുകൾക്ക് അതിന്റെ കുറ്റമുണ്ട്. എന്നാൽ ആ ഉപഭോക്താക്കൾക്ക് അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത് രാജ്യം നിർബന്ധിച്ചാൽ എന്ന കാര്യമാണ്. രണ്ടാമത്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻഷുറൻസ് ഉണ്ടാകും. ഒരാൾക്കൊരു ജോലി ഉണ്ട്, കമ്പനി എന്ത് ചെയ്യും? അവന്റെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എടുത്തോളും. അവന് വേണ്ട ഇൻഷുറൻസ് കമ്പനി നൽകുന്നതാണ്. അതിന് പ്രത്യേകം ചാർജ് ഒന്നും അവനില്ല. ഉദാഹരണത്തിന് ഒരാൾ മാസത്തിൽ 25,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്ന വ്യക്തിയാണ്. പക്ഷെ അയാളുടെ കമ്പനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ആ കമ്പനി നൽകുന്ന ആ ഇൻഷുറൻസ് അവന് എടുക്കാവുന്നതാണ്. അത് കമ്പനി നൽകുന്ന അവന്റെ സാലറി പോലത്തെ ഒരു കാര്യമായിട്ടാണ് അത് പരിഗണിക്കുകയുള്ളൂ. കാരണം അവൻ അതിനുവേണ്ടി പ്രത്യേകം പ്രീമിയം ഒന്നും അവൻ അടക്കുന്നില്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലും അവന് ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായിട്ട് ഷെയ്ഖ് സുലൈമാൻ റഹീൽ ഹഫ്ളഹുല്ലാ പറഞ്ഞത്, ഒരു നാട്ടിലെ ചികിത്സാ ചെലവ് ഭാരിച്ചതായി തീർന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ഇൻഷുറൻസ് എടുക്കാമെന്നാണ്. അദ്ദേഹം യൂറോപ്പിന്റെ ഉദാഹരണമൊക്കെ അവിടെ പറയുന്നുണ്ട്. കാരണം അവിടെ ചികിത്സ വളരെ ഭാരിച്ചതാണ്. ഗവൺമെന്റ് നിർബന്ധമാക്കുന്നൊന്നുമില്ല, പക്ഷേ അവിടെ ചികിത്സാ ചെലവ് നോക്കിയാൽ ഭയങ്കര ചെലവായിരിക്കും. ഒരു പ്രസവത്തിന് പോയാൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് പോയാൽ ഒരു സാധാരണക്കാരന് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. വേറെ ഓപ്ഷൻ അവിടെ ഇല്ല. ഗവൺമെന്റ് നൽകുന്ന സംവിധാനങ്ങളോ ഒന്നുമില്ല. മുഴുവൻ സംവിധാനങ്ങളും വലിയ ഭാരിച്ച ചെലവിൽ തന്നെ അയാൾക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നു, നമ്മൾ എത്രയാണോ അടച്ചത് അത് മാത്രം നമ്മൾ വസൂലാക്കുക എന്നാണ്. അദ്ദേഹം ഉദാഹരണമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 10,000 അടച്ചു എന്ന് വിചാരിക്കുക. മാസാമാസം 1,000 വെച്ചിട്ടോ അല്ലെങ്കിൽ വർഷാവർഷമൊക്കെ 10,000 അടച്ചു. നമുക്കൊരു ഓപ്പറേഷൻ 10,000 വന്നാൽ കറക്റ്റായി, വേറൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഓപ്പറേഷൻ 20,000 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ തരും. നമ്മൾ 10,000 അടച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അവർ തരും. അത് അവരുടെ ബാധ്യത. പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹം പറയാണ്, നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും നമ്മൾ 10,000 പിന്നെയും അടച്ചുകൊണ്ടേ ഇരിച്ച് നമുക്ക് എത്രയാണ് ഓപ്പറേഷൻ ചാർജ് അത്രയും അടക്കുക. അഥവാ നമുക്ക് അവന്റെ ഒരു പൈസ നമുക്ക് വേണ്ട. അല്ലെ, ഇൻഷുറൻസ് കമ്പനിക്ക് രണ്ടാലൊന്നും, ഒന്നിക്ക് ഒരു നഷ്ടം വരും അല്ലെങ്കിൽ വമ്പിച്ച ലാഭം വരും. നമുക്കത് വേണ്ട. നമുക്ക് അങ്ങനെ ബാത്തിലായ ഒരു പൈസ നമുക്ക് വേണ്ട. നമ്മൾ ബാക്കി കൊടുത്തിട്ട് നമുക്ക് എത്രയാണ് ഓപ്പറേഷൻ ചെലവായത് അത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു രീതി എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അത്തഅമീനു തആവുനി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസിന്റെ ടൈപ്പ്, അത് മൊത്തത്തിൽ ടൈപ്പ് തന്നെ മാറ്റമുള്ള ഒരു ടൈപ്പാണ്. അഥവാ അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. അതായത് ഈ ഒരു ഇൻഷുറൻസിന്റെ രീതി എന്ന് പറയുന്നത്, എല്ലാവരും പൈസ ഒരു അക്കൗണ്ടിലേക്ക് ഇടും. പൊതുവായിട്ടുള്ള അക്കൗണ്ടാണ്. അതിൽ ലാഭം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യം.
ഒന്നാമത്തെ തഅ്മീനു തിജാരിയാണ്, ലാഭം ഉണ്ടാക്കുന്ന ഇൻഷുറൻസ് ആണ്, കമ്പനിക്ക് ലാഭമാണ്. ഇത് കമ്പനി ലാഭം ഉണ്ടാക്കുന്നില്ല. ഇതൊരു ചിലപ്പോൾ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഗവൺമെന്റിന് നേരെയുള്ള എന്തെങ്കിലുമൊക്കെ ആളുകളൊക്കെ ആയിരുന്നു നടത്തുക. എല്ലാവർക്കും ഉദാഹരണത്തിന് നമ്മളെല്ലാവരും മാസത്തിൽ 10 റുപ്യ ഇങ്ങനെ ഇടും. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. 10 റുപ്യ മാസത്തിൽ ഒരു കാര്യത്തിലേക്ക് എല്ലാവരും ഇടും. എന്നിട്ട് ഏതെങ്കിലും ഒരു മാസത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത എമൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും, അത് കൊടുക്കുന്നുള്ളൂ. അത് അയാൾക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടില്ല. ആർക്കാണ് രോഗം വരുന്നത് അവർ കൃത്യമായി കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചെലവ് ഇത്ര എമൗണ്ട് അവർക്ക് കിട്ടും. ഇവിടെ ആർക്കും ലാഭമില്ല. കാരണം ഇത് മൊത്തത്തിലൊരു ഫണ്ടിലേക്കാണ് പോകുന്നത്. അവരതിൽ നിന്നും എന്ത് ചെയ്യില്ല, അവരുടെ ലാഭവിഹിതം ഒന്നും എടുക്കില്ല. അവർക്ക് വേണമെങ്കിൽ അതിൽ കച്ചവടം പോലും ചെയ്യാം. എന്നിട്ട് അതിന്റെ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഈ പറയുന്ന ആളുകളുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. ഇതെന്തിനേ ഉപയോഗിക്കപ്പെടുള്ളൂ, നമ്മൾ ഈ പ്രീമിയം അടക്കുന്ന ആളുകൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സഹായം. ഇത് പരസ്പരമുള്ള ഒരു തആവുൻ മാത്രമാണ്. അതായത് എല്ലാവരും ഇങ്ങനെ മാസത്തിൽ അങ്ങനെ ഇട്ട് ആർക്കാണ് രോഗം വരുന്നത് അവർക്ക് മാത്രം എന്ത് ചെയ്യും, അത് വെച്ചിട്ട് കൊടുക്കും. അതാണ് അതിന്റെ രീതി. അത് അനുവദനീയമായ കാര്യമാണ്. ഗൾഫിൽ അങ്ങനെ നടക്കാറുണ്ട്. അതെവിടെയാണെങ്കിലും അത് അനുവദനീയമാണ്. അതല്ലാത്ത ഘട്ടങ്ങളിലുള്ള ഇൻഷുറൻസ് എല്ലാം സഹോദരങ്ങളെ നാം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ അടിസ്ഥാനം നിഷിദ്ധമാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക.